Hi friends, welcome back to Finger Food Factory. ഇന്ന് ചിക്കനും മഷ്റൂമും ചീസും കൂടിയ ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാൻഡ്വിച്ചിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സാൻഡ്വിച്ച് ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സാൻഡ്വിച്ചിൽ 2 ലെയർ ഉണ്ടായിരിക്കും. താഴത്തെ ലെയറിൽ മഷ്റൂം ഫില്ലിങ്ങും മുകളിലത്തെ ലെയറിൽ ചിക്കൻ കോൾസ്ലോ ആണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ഉത്ഭവം 1894 ന്യൂയോർക്കിലെ സരറ്റോഗ ക്ലബിലാണ്. പക്ഷെ അതല്ല, ന്യൂയോർക്കിലെ തന്നെ യൂണിയൻ ക്ലബിലാണ് എന്നൊരു വാദമുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായി മതി എന്ന് പറഞ്ഞ പോലെ എവിടെ ഉണ്ടാക്കിയതാണെങ്കിലും ഈ സാൻഡ്വിച്ച് അടിപൊളിയാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോവാം. വാ. ആദ്യം നമുക്ക് ചിക്കൻ കോൾസ്ലോ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വേവിച്ച ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 1 കപ്പ് ചേർക്കണം. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു ഇടത്തരം സവാളയുടെ പകുതി കൊത്തിയരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഇടത്തരം തക്കാളിയുടെ ഒരു 1/4 ഭാഗം കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗാർലിക് മയോണൈസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഗാർലിക് മയോണൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മഷ്റൂം ഫില്ലിംഗ് ഉണ്ടാക്കാം. അതുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഗീയോ എന്ത് വേണ്ട ഒഴിക്കാം. ഇതിലേക്ക് ഒരു 100 ഗ്രാം മഷ്റൂം കനം കുറച്ചരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. മഷ്റൂം ഇത്രയൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ 1/4 ഭാഗമായിട്ട് കുറഞ്ഞോളൂ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബട്ടർ മഷ്റൂമാണ്. ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതും ഈ ബട്ടർ മഷ്റൂം തന്നെയാണ്. ഇതിലേക്ക് ഒരു ഇടത്തരം ക്യാപ്സിക്കം നീട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പിസ്സ ഹെർബ്സ് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിസ്സ ഹെർബ്സൊക്കെ നമുക്കിപ്പം കിട്ടും, മാർക്കറ്റിൽ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിസ്സ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കിയത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകും. ഇപ്പോൾ ഏകദേശം മഷ്റൂമിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചീസ് പരത്തിയിട്ട് കൊടുക്കുക. ഞാൻ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെഡാർ ചീസ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് മഷ്റൂം ഫില്ലിങ് ചേർക്കുക. മഷ്റൂം ഫില്ലിങ്ങിൻ്റെയൊക്കെ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കൂടുതലായാലും കുറവായാലും അത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചീസ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് അടയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കോൾസ്ലോ പരത്തി വെച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ മഷ്റൂം ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിക്കൻ കോൾസ്ലോയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചീസും കൂടെ ചേർത്ത് മറ്റൊരു ബ്രെഡ് വെച്ച് അടയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചൂടാക്കി കഴിയാൻ നേരത്ത് സാൻഡ്വിച്ച് പാനിലേക്ക് ഇട്ടിട്ട് 2 വശം മൊരിഞ്ഞ് വരുന്നവരെ ടോസ്റ്റ് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പാൻ എപ്പോഴും ചൂട് കട്ടിയുള്ള പാൻ എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിച്ചിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പാൻ ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശക്കല്ല് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. സാൻഡ്വിച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പാനിൻ്റെ ഫ്ലെയിം വളരെ കുറച്ചാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ആരും കഫേയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ചീസി ആയിട്ടുള്ള മഷ്റൂം ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയരുത്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.